ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നൊരു ദിവസം കൂടി കർത്താവ് കൃപയാൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ചേർന്ന് വരുവാൻ ഭാഗ്യം തന്നിരിക്കുകയാണ്. നമ്മുടെ ഭാഗ്യസുദിനങ്ങളാണ്. ഏത് സമയത്തും നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാവുന്നവരാണ്. ഈ ഒരു സത്യം നമ്മുടെ ദൈവമക്കൾ എങ്കിലും ചുരുങ്ങിയത് എന്നും ഹൃദയത്തിൽ ഓർത്തുകൊള്ളണം. ഏത് സമയത്തും മാറ്റപ്പെടാം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നു, നാളെ ഈ സമയത്തിന് മുമ്പ് ഒരു പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം, എന്നെ പെട്ടിക്കകത്ത് വയ്ക്കാം. സത്യമായൊരു യാഥാർത്ഥ്യമാണെന്ന് നാം ചിന്തിക്കണം. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഒരു മരണഭയം, ദുഷ്ടനായ പിശാച് മനുഷ്യനെ കുടുക്കാൻ വയ്ക്കുന്ന ഏറ്റവും വലിയ കെണിയാണത്. എന്നാൽ ജീവനുള്ള ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്, അകൃത്യം ക്ഷമിക്കുന്നവനാണ്, നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ചേർന്ന് വരാനിടയായത്? നാം ചിന്തിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മയിൽ നമുക്ക് ഇത്രയും പേർക്ക് ചേർന്ന് വരുവാനിടയായത്? എന്നാൽ ഇത്രയും പേര് ചേർന്ന് വന്നിരിക്കുന്നവർ നാം ചിന്തിക്കുന്നുണ്ടോ നാം ഏറ്റവും വലിയ ഭാഗ്യശാലികളാണെന്ന്? എന്തുകൊണ്ടാണ് ഭാഗ്യശാലിയാണെന്ന് പറയാൻ കാരണം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ശരിയായി പഠിപ്പിക്കുന്നു. യാതൊരു സംശയവുമില്ല. ഒരു മനുഷ്യനിലേക്ക് നോക്കരുതെന്നും ഒരു വ്യക്തിയും നിങ്ങൾക്ക് രക്ഷ തരുന്നില്ലെന്നും ആരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ദൈവരാജ്യത്തിൽ എത്തുന്നതെന്നും അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നാണോ? ആണോ? അല്ല, പ്രാർത്ഥിക്കണ്ടേ? പരസ്പരം പ്രാർത്ഥിക്കണ്ടേ നമ്മൾ? എന്നാൽ നാം ദൈവരാജ്യത്തിൽ എത്തുന്നത് ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായി വ്യക്തമായൊരു വ്യക്തിബന്ധമുണ്ടായിരിക്കണം. അതിനെന്താണ് വേണ്ടത്? വളരെ ലളിതമായി നിങ്ങൾ ചിന്തിക്കൂ. എന്താണ് അതിന് വേണ്ടത്? ക്രിസ്തു ജീവിതത്തിലേക്ക് വരണം. അതിനെന്ത് വേണം? പാപജീവിതത്തോട് യാത്ര പറയണം. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മാറണം. നിരാശപ്പെടുത്തുന്ന അനേകം ചിന്തകൾ നമുക്കുണ്ടായെന്ന് വരാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ തീരുമാനമെടുത്തു, പിന്നീടും ജീവിതത്തിൽ പാപം വന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇനി എന്നാലും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടല്ലോ പ്രിയ ദൈവമക്കളെ. ഇനി അടുത്ത ആഴ്ച വീണ്ടും ഒരു തീരുമാനം എടുക്കട്ടെ. അതുവരെ എന്താണെങ്കിലും ഞാൻ ഇനി എന്താണെങ്കിലും ചെയ്തു പോയില്ലേ, വഴക്ക് പറഞ്ഞു പോയി, ഭാര്യയോട് കോപിച്ചു പോയി, അല്ലെങ്കിൽ ആരോടെങ്കിലും കോപിച്ചു പോയി. അടുത്ത കാലത്തൊന്നും അല്ല, വർഷങ്ങൾ മുമ്പ്. എന്നാൽ ഇന്നോ ഏതെങ്കിലും ഒരു പാപം വന്നാൽ അതപ്പോൾ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചെല്ലുന്നു, അപ്പോൾ തന്നെ കർത്താവ് കഴിയുമെന്നുള്ള ഉറപ്പ് പ്രാപിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും മരണഭയമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരണഭയമുള്ളവരുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആർക്കെങ്കിലും മരണഭയമുണ്ടോ? ഞാൻ എന്തിനാണിത് പറയുന്നത്? ആരെയും ഭയപ്പെടുത്താനല്ല. നമുക്ക് വ്യക്തമായി ഉറപ്പ് വേണം. ഞാൻ ഏത് സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തുമെന്നുള്ള ഉറപ്പ്. നല്ലവനായൊരു ദൈവമാണ് എന്നെ വിളിച്ചതെന്നുള്ള ഉറപ്പ്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിനും എന്നെ കണ്ടു എന്നുള്ള ഉറപ്പ്. നമ്മെ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് കണ്ടു. ഇതൊന്ന് വിശ്വസിക്കണം ദയവായിട്ട് നിങ്ങൾ. എന്തിനാണ് ദൈവം കണ്ടത്? ദൈവരാജ്യത്തിൽ ഇരുത്താനായി. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ എന്നും ഓർത്തോളണം. ഭയപ്പെടുത്താൻ പറയുകയല്ല. ഇന്ന് കാണുന്ന എന്നെ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ദൈവമക്കളെ നാളെ കണ്ടില്ലെന്ന് വരാം. എന്നാൽ ഞാൻ ഉറപ്പാക്കിയിരിക്കണം, ഞാൻ എപ്പോൾ കടന്നുപോയാലും ദൈവരാജ്യത്തിൽ എത്തുമെന്ന്. എന്തുകൊണ്ടാണ് ഞങ്ങളിത് കൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ദാസൻ ഈ അടുത്ത കാലത്ത് ബൈബിൾ ക്ലാസ് എടുക്കുന്നു. കാലത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നോക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ഏറ്റവും അടുത്തിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചില്ലെന്നിരിക്കട്ടെ, ഇപ്പോൾ നാം കാഹളനാദം കേൾക്കുകയാണെങ്കിൽ നമ്മിൽ എത്ര പേര് പറന്നു പോകും?
ദയവായിട്ട് നിങ്ങളിത് മറക്കല്ലേ. നാം ഇവിടെ സന്തോഷത്തോടു കൂടി വരുന്നു. ഞങ്ങൾ വളരെ ആദരവോടെ നിങ്ങളെ എല്ലാവരെയും കാണുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് സത്യമായും ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പരമാണുവിന് പോലും ഏതെങ്കിലും നിങ്ങളെ ആരേക്കാൾ യോഗ്യതയോടെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, തോന്നുകയുമില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള ദൈവം, കണ്ണുനീര് കാണുന്ന ഒരു ദൈവം. 2020 എല്ലാം തീർന്നു എന്ന് വിചാരിച്ച മനുഷ്യനായിരുന്നു ഞാൻ, എല്ലാം തീർന്നു എന്ന്. എന്നാൽ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലെത്തുമെന്ന്. നിങ്ങൾ നേരിട്ട് അദ്ദേഹം പറഞ്ഞ് കേട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയാം. അല്ലെങ്കിൽ ഞാനതൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നയാളല്ല. 2020 ഞാനും കേട്ടു, ഒരു കൊല്ലത്തിനുള്ളിൽ അല്ല 3 മാസത്തിനുള്ളിൽ ജോൺ ഭ്രാന്തനായി ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കണേ, 1.5 കൊല്ലത്തിനുള്ളിൽ ഡെൻഗേർ തീർന്നു പോകുമെന്ന്. ശരിയാണ്, ഞാൻ അന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. കേവലം 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും, ദൈവമക്കളായതുകൊണ്ട്. ഒരു 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 4 പേരെങ്കിലും എന്നോട്, അറ്റൻഡേഴ്സായിട്ടുള്ളവർ, വാടക കൊടുക്കാൻ മാർഗമില്ലാതെ, സാറേ ഒരു 2000 രൂപ തരുമോ എന്ന് എന്നോട് നേരിട്ട് ചോദിക്കുന്നു. ഞാൻ അവരെ ഏങ്ങലടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ സങ്കടപ്പെടുന്നു. എൻ്റെ ഭാര്യയും ഞാനും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞതായ നിമിഷങ്ങൾ. എൻ്റെ ഭാര്യ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, 3 നേരവും കൃത്യമായിട്ട് ആ കാലങ്ങളിൽ തിരുവചനം കേൾക്കുമായിരുന്നു. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങാത്തതായ ദിവസങ്ങൾ, ആരോരും തുണയില്ലാത്തതായ ദിവസങ്ങൾ. ഇന്ന് ഞാൻ ഓർത്തു, ദാവീദെന്ന് പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞതായ ദിവസങ്ങൾ. എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടുവന്ന്. അന്നെനിക്ക് ഇത്ര വലിയ മഹത്വരമായ ഒരു സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് യേശു എന്നെ നടത്തുകയായിരുന്നെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാനിന്ന് അനുഭവിക്കുന്ന സമാധാനം, ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ഈ തിരുവചനം മുറ്റിക്കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. സത്യമായി ഞാൻ എല്ലാവരെയും എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണുന്നു. ഇതൊരു ദൈവം രേഖപ്പെടുത്തുകയില്ലേ പ്രിയപ്പെട്ടവർ, എന്തെങ്കിലും മേന്മയുണ്ടായിട്ടല്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഏത് സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ പറന്നു പോകുന്നുള്ള ഉറപ്പ്. സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ അദ്ദേഹത്തെ കാണാമെന്ന്. അത്രമാത്രം ഉറപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ നല്ലവനായിട്ടല്ല ഒരിക്കലും. എൻ്റെ ജീവിതത്തിൽ ഇന്നും മാറേണ്ടതായ പാപങ്ങളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും മുറുകെ പറ്റുന്ന പാപം. നിങ്ങളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ്? ഞാൻ എൻ്റെ ഓഫീസിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, കേൾപ്പാൻ വേഗതയും, ഉറക്കെ പറഞ്ഞോളൂ, എൻ്റെ ചെവിയിലേക്ക് ഒന്നുകൂടെ കേൾക്കട്ടെ, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. ഒരു ശാന്തത പതിയെ കർത്താവ് തന്നു തുടങ്ങി. ഞാൻ ഇന്നും കരയുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ഭാഗ്യവശാൽ നിങ്ങൾ ആരെങ്കിലും, ഏതെങ്കിലും ആളുകൾ ചിന്തകളിന്മേൽ ജയം കിട്ടാതെ വലയുന്നവരുണ്ടോ? ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, ഈ തിരുവചനത്തിൽ കൈവച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഒരഴുക്ക് ചിന്തയുടെ അംശം പോലും വരാതെ തിരുരക്തത്താലിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു ചിന്ത, അരുതാത്തൊരു ചിന്ത, അശുദ്ധ ചിന്തകളിൽ വലയുന്നവരാരെങ്കിലും ഉണ്ടോ? അരുതാത്തൊരു ചിന്ത വരാതെ ജീവനുള്ള ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന സന്നിധിയിൽ വെച്ചല്ലേ ഞാൻ പറയുന്നത്. ഒരു ചിന്ത വരാതെ നടത്തുന്നൊരു ദൈവമുണ്ട്. ദൈവം നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. ആ ദൈവം എൻ്റെ അപ്പനാണ്. ഈ ഭൂമി ഉണ്ടാക്കിയ ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചവനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം. ഈ തിരുവചനം മധുരമുള്ളതാണ്. ഇത് വായിക്കും തോറും കർത്താവെ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നാണ് ചിന്ത. ഓടി വന്ന് അവിടെ പെട്ടെന്ന് പ്രാർത്ഥന മുറി ഇരുന്നിട്ട് 2 അധ്യായം വേഗം വായിക്കും. കഴിഞ്ഞ ദിവസം ദൈവദാസൻ എന്നോട് ചോദിച്ചു, ഈ വായിക്കുന്നതെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ എന്ന്. ശരി, ഞാൻ വേഗം വായിച്ചു പോവുമായിരുന്നു. അത്യാവശ്യം ഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം മുതൽ, അന്ന് മുതൽ വായിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവെ, ഞാനൊരു മണ്ടനായ മനുഷ്യനായിരുന്നു, അവിടുന്ന് എനിക്ക് ബുദ്ധി തന്നു. എന്നാൽ കർത്താവെ, ഞാൻ ഇത് വായിക്കുന്ന മുഴുവൻ എനിക്ക് ഗ്രഹിക്കാൻ അവിടുന്ന് കൃപ തരണമെന്ന്.
നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചോളൂ. പ്രതിപ്പെട്ടവരെ, എന്ത് കാര്യമുള്ളൂ നിങ്ങൾ ചോദിച്ചോളൂ. ഏതൊരു കാര്യത്തിനോട് ഒരുമ്പിടുമ്പോൾ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചോളൂ. കർത്താവെ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കർത്താവെ എനിക്ക് കൃപ തരണമേ. കർത്താവെ, എനിക്ക് വചനം പറയാൻ അറിയില്ല, കർത്താവെ എനിക്ക് കൃപ തരണമേ. കർത്താവെ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, കർത്താവെ എനിക്ക് കൃപ തരണമേ. കർത്താവെ, എനിക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല, എനിക്ക് കൃപ തരണമേ. ഏതൊരു കാര്യം ആരോട് സംസാരിക്കുന്നതിന് മുമ്പ് കർത്താവെ, അവിടുത്തെ തിരുരക്തം എൻ്റെ നാവിൽ പുരട്ടണമേ. അത്ഭുതകരമായി നമ്മെ നടത്തുന്ന ഒരു ജീവനുള്ള ദൈവം, ഒരു നല്ല ദൈവം. ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? എപ്പോൾ കടന്നു പോയാലും ദൈവരാജ്യത്തിലെത്തുന്നുള്ള ഉറപ്പ് വേണം. ഐശ്വര്യകരമായി ദൈവം നടത്തി. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എന്നെ വിളിച്ചത് ആരാണെന്ന്. എന്നെ വിളിച്ചത് ആരാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെന്നെങ്കിലും കയറി വന്നവരല്ല. നിങ്ങളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ ഓരോരുത്തരെയും കണ്ടൊരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് ശുഭഭാവി തരാൻ മതിയായവനാണ്. പക്ഷേ നാം പിശാചിന് ഇടം കൊടുത്ത് ജീവിച്ചാലോ, പാപത്തിന് ഇടം കൊടുത്ത് ജീവിച്ചാലോ, പാപം അന്ധകാരത്തിന് ഇടം കൊടുത്ത് ജീവിച്ചാലോ കർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ല. പാപം ഒരിക്കലും ജീവിതത്തിൽ വരരുത്. നാം ഒരു കൊച്ചുകൂട്ടം ഒരിക്കലും ഒരു തെറ്റും വരരുത്. ഒരു കള്ളം പറയരുത്. പറയാനുള്ള സാഹചര്യം വന്നാൽ മിണ്ടാതിരുന്നോളണം. എന്നാലും കള്ളം പറയരുത്. വസ്തുക്കച്ചവടക്കാരനാണോ? മിണ്ടരുത്, കള്ളം പറയരുത്. ഇന്ന വിലയ്ക്ക് കൊടുക്കോളൂ ഞാൻ, ഇന്ന ആൾ വന്ന് ഇത്ര രൂപ പറഞ്ഞതാണ്, എന്തിനാണ് പറയണത്, അത് നുണയല്ലേ, പറയരുത്. അങ്ങനെ ഈ ഭൂമി ജീവിക്കാൻ കഴിയും പ്രിയപ്പെട്ടവർ. സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ നാവിൽ ഒരു കള്ളം പറയാതെ സ്വർഗത്തിലെ ദൈവം എന്നെ അതിശയകരമായി നടത്തുന്നു. നിങ്ങൾ അങ്ങനെ ജീവിക്കണം. ഞാൻ മാതൃകാപരമായി ജീവിക്കുമെന്നല്ല പറഞ്ഞേ. എന്ത് വന്നാലും കള്ളം പറയില്ല എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സാഹചര്യവശാൽ ഒരു കുഞ്ഞിനോട് ഒരു കാര്യം പറയില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. അല്ലാതെ പറയുമോ? ഒരു ചെറിയ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഒരിക്കലും പറയരുത്. കാരണം ഏത് സമയത്തും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. അപ്പോൾ അതുപോലെ തീക്ഷ്ണതയോട് ഓരോ മിനിറ്റും ഒരു തെറ്റും വരാൻ പാടില്ല. ഒരഴുക്ക് ചിന്ത വരുവാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചിന്ത വരാൻ തുടങ്ങുമ്പോഴേക്കും കർത്താവേ, ഇങ്ങനൊരു ചിന്ത വന്നു, എൻ്റെ അപ്പാ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തം വന്ന് പൊതിയുന്നു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം, കണ്ണുനീർ കാണുന്നൊരു ദൈവം. ഞാൻ പറയാമെന്ന കാര്യം യോഹന്നാൻ 11:33, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. നാം കരയുമ്പോൾ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീർ കാണുന്നൊരു ദൈവമുണ്ട്. സത്യം, അനേക അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ? എപ്പോഴെല്ലാം നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്? കരഞ്ഞപ്പോഴെല്ലാം അവിടുത്തെ കരം വന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചിട്ടില്ലേ? എന്താണ് അത്? 11:35, യേശു കണ്ണുനീർ വാർത്തു എന്ന്. കരയുന്നവരോട് കരയുന്നൊരു ദൈവം. എൻ്റെ കരച്ചിൽ മാറ്റിയവനാണ് യേശു ക്രിസ്തു. എനിക്ക് എത്ര നേരം പറഞ്ഞാലും എൻ്റെ യേശുവിനെക്കുറിച്ച് വർണ്ണിക്കാൻ എന്നെ നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ, ഞാൻ തീർന്നു എന്ന് വിചാരിച്ചതായ കാലങ്ങൾ എല്ലാം സ്വർഗത്തിലെ ദൈവം ഐശ്വര്യകരമായി നടത്തി. ഇന്ന് പ്രശ്നങ്ങളില്ലെന്നല്ല, ഇന്നും പ്രയാസങ്ങളുണ്ട്, ഇന്നും ദുഃഖങ്ങളുണ്ട്, ഇന്നും എനിക്ക് മനസ്സിനെ ഭാരപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എല്ലാം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ചിലരെല്ലാം വന്ന് എന്നോട് ചോദിക്കുമ്പോൾ, ഇന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, സഹായിക്കാൻ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ എന്നെ സഹായിക്കാൻ കൊടുക്കുന്നവനാക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നെന്ന് എനിക്കറിയാം. നല്ലവനായ ദൈവം, ഐശ്വര്യകരമായി നടത്തുന്ന ഒരു ദൈവം. ഞാനന്ന് എന്തുമാത്രം കരഞ്ഞു. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അന്ന് എൻ്റെ യേശു എന്നെ ഉള്ളംകരങ്ങളിൽ വഹിച്ചിരിക്കുകയാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ആരും മിണ്ടാതിരുന്ന കാലം, ഒരു മനുഷ്യൻ പോലും വിളിക്കാതിരുന്ന കാലം, ഫോൺ ശബ്ദിക്കാതിരുന്ന കാലം, എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ കൊതിയോടെ ആഗ്രഹിച്ച മനുഷ്യർ ഏതാണ്ട് 1500 പേരോട് വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു സ്ഥാപനത്തിൽ തന്നെ. സത്യം, എന്നാൽ അവരോട് മിണ്ടാൻ എനിക്ക് സമയമില്ലായിരുന്നു. എന്നാൽ ആരും മിണ്ടാത്ത കാലം, ആരും തിരിഞ്ഞു നോക്കാത്ത കാലം, എല്ലാം തീർന്നു എന്ന് വിചാരിച്ച കാലം, എല്ലാം നശിച്ചു എന്ന് ലോകം പറഞ്ഞ കാലം. എന്നാൽ ജീവനുള്ള ദൈവത്തിന് വളരെ വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച്. അതുകൊണ്ട് നിങ്ങളാരും തളരേണ്ട ആവശ്യമില്ല. ഏത് കാര്യത്തിലും നിങ്ങൾ പരാജയം പറ്റിയവരാണോ? ഒരിക്കലും ഏതെല്ലാം പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? പേടിക്കേണ്ട. കരഞ്ഞാൽ പാപപരിഹാരം തരുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ തിരുരക്തത്തിന് കരച്ചിലിനെ മറികടന്നു പോകാൻ സാധ്യമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ദൈവം, കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം.